ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റിലൊരു മലപ്പുറം സ്റ്റൈലിലെ ഹോട്ടൽ സ്റ്റൈലിലൊരു മീൻകറിയാണ് കേട്ടോ ചെയ്യുന്നത്. അയല മീനാണ് ചെയ്യുന്നത്. നല്ല കിഡിലൻ രുചിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കാവേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് 2 ടേബിൾ സ്പൂൺ ഉണ്ട് മല്ലിപ്പൊടി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 പിടിയോളം തേങ്ങ. ഇത്രയും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണേ. എന്നിട്ട് ഒരു ചട്ടി വെച്ചിട്ട് 2 അയലയാണ് കേട്ടോ, അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 8-10 ഉണ്ട് പച്ചമുളക്. അത് മുളക് പൊടി കുറച്ചേ നമ്മൾ ചേർക്കുള്ളൂ, അപ്പോൾ പച്ചമുളക് കൂടുതൽ ചേർത്താണ് കേട്ടോ. എന്നിട്ട് കറിവേപ്പില നന്നായിട്ട് ചേർക്കണം. ഇതാ കണ്ട, ഇപ്പോഴത്തെ കറിവേപ്പിലൊക്കെ ഇതുപോലെ പുഴുവായിട്ടില്ല കേട്ടോ, പുഴു കടിച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറച്ച് കറിവേപ്പില അതൊക്കെ മാറ്റിയിട്ട് നല്ല കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. കറിവേപ്പില നന്നായിട്ട് ചേർക്കും കേട്ടോ. എൻ്റെ എല്ലാ കറിയിലും ഞാൻ ഒരുപാട് കറിവേപ്പില ചേർക്കും കേട്ടോ. എന്നിട്ട് ഒരു 3 ചുളയുണ്ട് പുളി, ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ പുളി കൂടിപ്പോവും, അപ്പം നമുക്കിത് എടുക്കാം കേട്ടോ. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ടുവന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കണം. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടെ നന്നായിട്ടങ്ങ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. പതുക്കെ കേട്ടോ, മെല്ലെ, മീനൊന്നും പൊട്ടിയൊന്നും പോകാതെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ടൊക്കെ അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഒരു വലിയ തക്കാളി അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് ഇരുമ്പൻ പുളി, ഇത് നിർബന്ധമില്ല, ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തക്കാളി ഇരുമ്പൻ പുളിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുളി ചിലപ്പോൾ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും നമ്മൾ നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് ഈ പുളി ഇനി എടുത്തു മാറ്റാം, കുടംപുളി ചേർത്തത്. പിന്നെ കറിവേപ്പില കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. അങ്ങനെ ചുറ്റിച്ചപ്പോഴത്തേക്ക് ഒരു തൃപ്തി വന്നില്ല, അതുകൊണ്ട് തവി കൊണ്ട് മെല്ലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഉപ്പും പുളി കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ പുളി നന്നായിട്ട് കൂടുതലുണ്ട്. അപ്പോൾ ആ പുളി കുടംപുളി ചേർത്തത് ഫുള്ളായിട്ടിങ്ങ് മാറ്റി കേട്ടോ. അത്യാവശ്യം നല്ലതുപോലെ പുളി ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇനി കൂടിപ്പോൾ ഒരുപാട് പുളിയായാലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിങ്ങ് കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേന് നമ്മുടെ മീൻകറി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റവ് സിമ്മിൽ വെച്ചിട്ടോ ഞാനിപ്പോഴും. ഒരു മീഡിയത്തിലായിരുന്നു ഇതുവരെ ഇരുന്നത്, സിമ്മിൽ വെച്ച് കൊടുത്ത് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മേലെയുണ്ട് ഉലുവാപ്പൊടി, അതൊക്കെ ചേർത്ത് കൊടുത്തേ. എന്നിട്ട് ഒന്നുകൂടെ ചുറ്റിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചേ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേ എണ്ണയൊക്കെ ചെറിയ രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഉപ്പും പുളിയൊക്കെ നോക്കുകയാണ്.
എല്ലാം നല്ല കറക്റ്റാണ്, കിഡിലാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ മീൻകറി. അപ്പോൾ മീൻകറി ഇറക്കി വെച്ചിട്ട് നമുക്കിനി കടുക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തടുക്കാപ്പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സ്വല്പം വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കും കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള മീൻകറിക്ക്. എന്നിട്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുവേ. അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ചെറിയ ഉള്ളി ഞാൻ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. അപ്പം ഈ മീൻകറി നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ കേടാകാൻ സാധ്യതയുണ്ട്. കാരണം തേങ്ങയൊക്കെ നമ്മൾ കൂടുതൽ ചേർത്തിരിക്കല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചില്ല കേട്ടോ. കുറച്ച് ബാലൻസ് വന്നത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. പിറ്റേ ദിവസം ചൂടാക്കി എടുത്തപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം ഇരുന്നപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെയുള്ള മീൻകറി ഒരുപാട് അങ്ങനെ വെക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും ഇത് ചെയ്യാറുള്ളൂ. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരുപാട് അങ്ങനെ ഇരിക്കത്തില്ല പുറത്ത്. പിന്നെ അത്ര അധികവും ഞാൻ മറ്റുള്ള സ്റ്റൈലിൽ, നമ്മൾ കോട്ടയം സ്റ്റൈലിലോ തിരുവനന്തപുരത്ത് വെക്കുന്ന പോലെയൊക്കെയാണ് കേട്ടോ ഞാൻ മീൻകറി വെക്കാറുള്ളത്. ഇങ്ങനെ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ നല്ല കൊതി ഇങ്ങനെ കൂട്ടാൻ തോന്നുമ്പോഴത്തേക്കും ചോറിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് 2 അയില മാത്രം ഞാൻ വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇപ്പോൾ കളർ ഒരു സ്വല്പം കുറഞ്ഞതുപോലെ തോന്നിയിട്ടോ മീൻകറിക്ക്. നല്ല മഞ്ഞ കളറിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. നല്ല കിഡിലും ടേസ്റ്റാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. ടാറ്റാ.